പാസ്പോർട്ട് എടുക്കുക എന്ന് പറയുന്നത് ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എടുക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും വലിയ ഒരു കാര്യം തന്നെയാണ്, വലിയൊരു സംഭവം തന്നെയാണ്. അത് ഏതൊരു കാര്യത്തിലായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ. നമ്മൾ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്ക് വലിയൊരു എന്താണത് എന്നുള്ളതുണ്ടാവും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു തലത്തിലേക്ക് അതിനെ ലഘൂകരിച്ച് കാണാനൊക്കെ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇസ്മായിൽ, അഹ്ബാബ് ട്രാവൽസ് ചെമ്മാട് ട്രാവൽ കൺസൾട്ടൻ്റ് ആണ്. എൻ്റെ ഈ വീഡിയോയിൽ തന്നെ, എൻ്റെ ഈ ചാനലിൽ തന്നെ ഞാൻ ഒരുപാട് പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, പുതിയത് എടുക്കുന്നത്, റിന്യൂവൽ ചെയ്യുന്നത്, നഷ്ടപ്പെട്ടാൽ എങ്ങനെ കിട്ടും, എമിഗ്രേഷൻ സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്നിരുന്നാലും ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് പലരും സംശയം ചോദിച്ചിട്ട് വിളിക്കാറും കമൻ്റായിട്ട് രേഖപ്പെടുത്താറൊക്കെ ഉണ്ട്. പലപ്പോഴും കമൻറ്റിനൊന്നും വേണ്ട രീതിയിലുള്ള റീപ്ലൈ കൊടുക്കാൻ കഴിയാറില്ല എന്നുണ്ടെങ്കിലും വിളിക്കുമ്പോൾ ഒക്കെ അതിനനുസരിച്ച് അറ്റൻഡ് ചെയ്യാറും റീപ്ലൈ ചെയ്യാറും ഒക്കെ ഉണ്ട്. എൻ്റെ ഈ വീഡിയോയിൽ പാസ്പോർട്ട് സംബന്ധമായിട്ട് 1-2 സംശയങ്ങൾക്കുള്ള മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മറുപടി ആവശ്യമുള്ള, മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടും എന്നുള്ള കമൻറ്റ് നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ കഴിയുന്നതിനും റീപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കാം. ചോദിക്കേണ്ട മൈനർ പാസ്പോർട്ട് അഥവാ കുട്ടികൾക്ക് പാസ്പോർട്ട് എടുക്കുന്ന കേസിൽ റിന്യൂ ചെയ്യാൻ അനക്ഷർ ഡി ഫോം ആൻഡ് അനക്ഷർ സി ഫോം വേണോ എന്ന് ചോദിക്കാറുണ്ട്. മൈനർ റിന്യൂ ചെയ്യാൻ വേണം എന്നുള്ളതാണ്. അനക്ഷർ ഡി എന്ന് പറയുന്നത് കുട്ടികൾക്ക്, മൈനറായ കുട്ടികൾക്ക് പുതിയ പാസ്പോർട്ട് എടുക്കുന്നതിനും റിന്യൂ ചെയ്യുന്നതിനും ഒക്കെ വെക്കണം. മൈനറാണോ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണോ, അനക്ഷർ ഡി വെക്കണം. ഇത് പാസ്പോർട്ട് സൈറ്റിൽ അവൈലബിൾ ആണ്. ഇനി അങ്ങനെ എടുക്കാൻ പറ്റാത്ത ആളുകൾക്ക്, ഇത് ഫില്ല് ചെയ്യണം എന്നുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള മുഴുവൻ സർവീസുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പാസ്പോർട്ട് സംബന്ധമല്ല, ട്രാവൽ സംബന്ധമായിട്ടുള്ള ഉംറ, ഹജ്ജ് ഉൾപ്പെടെ ട്രാവൽ സംബന്ധമായിട്ടുള്ള GCC ടിക്കറ്റ്, GCC വിസിറ്റിംഗ് വിസ സർവീസ്, എമിഗ്രേഷൻസ് തുടങ്ങിയ എല്ലാ സർവീസുകളും അഹ്ബാബ് ട്രാവൽസിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്ന, ഡിഫോമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികളുടെ പാസ്പോർട്ടിന് കൂടെ വെക്കേണ്ട രേഖയാണ് സി ഫോം. ഇത് മാത്രം വെച്ചാൽ പോരട്ടോ, കുട്ടികൾക്ക് ഞാൻ സി ഫോമും ഡി ഫോമും വെക്കേണ്ട ചോദ്യമാണ് ഇവിടെ വന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. കുട്ടികൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വെക്കേണ്ട സ്ഥലത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് വെക്കണം, ഫാദറും മദറും പാസ്പോർട്ട് വെക്കണം, കൂടെ ഡി ഫോമും സി ഫോമും മസ്റ്റായിട്ടും വെക്കണം. ഫാദർ നാട്ടിലുള്ള കേസ്, കുട്ടികളുടെ കൂടെ പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ ഫാദർ കൂടെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ സി ഫോം വെക്കേണ്ട ആവശ്യമില്ല. എല്ലാത്ത കേസിന് നമ്മൾ എന്താക്കണം, സി ഫോമും കൂടി മെൻഷൻ ചെയ്ത് കൂടെ വെക്കണം എന്നുള്ളതാണ് ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയാനുള്ളത്. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ ചോദിക്കുന്നുണ്ട്, ഞാൻ SLC ഫെയിലാണ്, സർട്ടിഫിക്കറ്റ് മിസ്സാണ്, എനിക്ക് എമിഗ്രേഷൻ കിട്ടുമോ, പാസ്പോർട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. പാസ്പോർട്ട് എടുക്കുന്നതിന് എഡ്യൂക്കേഷൻ ഒരു മാനദണ്ഡമല്ല, ക്വാളിഫിക്കേഷൻ ഒരു മാനദണ്ഡമല്ല. പാസ്പോർട്ടിൽ ക്വാളിഫിക്കേഷൻ എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. അത് പാസ്പോർട്ട് എടുത്തവർക്കും യാത്ര ചെയ്തവർക്കൊക്കെ അറിയാം. പാസ്പോർട്ട് പഠിക്കാത്ത ആളുകൾക്കും ഏജ് ഓവർ ആയിട്ടുള്ള ആളുകൾക്കും ഇപ്പോൾ ഇന്ന് ന്യൂ ബോൺ കുട്ടികൾക്കൊക്കെ നമുക്ക് പാസ്പോർട്ട് എടുക്കുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല. പാസ്പോർട്ട് എടുക്കാൻ SLC ബുക്ക് നഷ്ടപ്പെട്ട ആളുകൾക്ക് അപ്പോൾ പാസ്പോർട്ട് എടുക്കുന്നതിന് പ്രോബ്ലം ഇല്ല. SLC ഫെയിലാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് എടുക്കുന്നതിന് പ്രോബ്ലം ഇല്ല. ഇത് ചോദിക്കാനുള്ള കാരണം എമിഗ്രേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യം കൊണ്ടായിരിക്കാം. SLC പാസ്സാണെന്നുണ്ടെങ്കിൽ എമിഗ്രേഷൻ പാസ്പോർട്ടിൽ ആഡായിട്ട് വരുള്ളൂ. SLC ബുക്ക് ഫെയിൽഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എമിഗ്രേഷൻ ഉണ്ടാവില്ല എന്നുള്ളൂ, പാസ്പോർട്ട് കിട്ടും. നമുക്ക് വിസിറ്റിങ്ങിന് പോകുന്നതിനോ കാര്യങ്ങൾക്കൊന്നും പ്രോബ്ലം ഇല്ല. എമിഗ്രേഷൻ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിസ വന്നു കഴിഞ്ഞാലും വിസ വരുന്നതിന് മുന്നൊക്കെ എമിഗ്രേഷൻ ഇല്ലാത്ത കേസാണെന്നുണ്ടെങ്കിൽ അത് കിട്ടുമോ ഇല്ല എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ട്രാവൽ ഏജൻസിയിൽ കൊടുക്കുക, ഡീറ്റെയിലുകൾ ചെയ്യുക. വിസ അടിച്ചതിന് ശേഷം, വിസ വന്നതിന് ശേഷം സ്ത്രീകൾക്ക് എമിഗ്രേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. ആ കാര്യം ക്ലിയർ ചെയ്യുക. ജെൻസ് ആണെന്നുണ്ടെങ്കിൽ ഏത് കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും GCC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എമിഗ്രേഷൻ കിട്ടുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ SLC പാസ്സാണ് അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പാസ്പോർട്ട് കിട്ടാതിരിക്കുകയോ പാസ്പോർട്ടിന് അപേക്ഷിക്കാതിരിക്കുകയോ ചെയ്യണ്ട എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. നെക്സ്റ്റ് പറയുന്നത്, ഞാൻ ഫാദറിനെ കാണാൻ പോകുന്നു, ദുബായിൽ എൻ്റെ കുഞ്ഞും ഒപ്പം ഉണ്ട്, അപ്പോൾ 5000 വേണോ കയ്യിൽ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആ UAE യാത്രാ സംബന്ധമായിട്ട് ഇട്ട വീഡിയോയുടെ ഭാഗമായിട്ടാണ് ഒരുപാട് ആളുകൾ UAEയിലേക്ക് 3000 ദിർഹംസിൻ്റെതും 5000 ദിർഹംസിൻ്റെതും റിട്ടേൺ ടിക്കറ്റിൻ്റെതും ഹോട്ടലിൻ്റെ ഒക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്.
അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എയർലൈൻസിൻ്റെ ഭാഗത്തു നിന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വീഡിയോ ഇട്ടതും. അതിപ്പോഴും നിലവിലുണ്ട്. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചില്ലല്ലോ, ഞാൻ എയർപോർട്ടിൽ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയാറുണ്ട്. അതേ സ്ഥാനത്ത് ഇത് വിഷയമായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് വിളിക്കാറുണ്ട്. അപ്പം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എയർലൈൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു 160-150 ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എല്ലാവരുടെ അടുത്തു നിന്നും ഈ ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടോ, ടിക്കറ്റ് കൺഫേം ഉണ്ടോ, അവരുടെ അടുത്ത് ക്യാഷ് ഉണ്ടോ എന്ന് ചോദിക്കൽ ചിലപ്പോൾ പ്രായോഗികമല്ലാത്തത് കൊണ്ട് ചില ആളുകളെ അടുത്തുനിന്ന് അഥവാ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് ഇത്ര ആളുകളുടെ അടുത്തുനിന്ന് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവാം. ബാക്കിയുള്ള ആളുകളുടെ അടുത്തുനിന്ന് അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റൂല നിങ്ങൾക്ക് ടിക്കറ്റ് വെക്കണ്ട, റിട്ടേൺ ടിക്കറ്റ് ഡമ്മി വെക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ഹോട്ടൽ ബുക്കിംഗ് വെക്കണ്ട, നിങ്ങൾക്ക് ക്യാഷ് വെക്കണ്ട എന്ന് ഒരു ട്രാവൽ ഏജൻസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു വിട്ട ആളോടാണ് അവിടെ ചെക്കിങ് വരുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ നമ്മളോടായിരിക്കും അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ അത് പ്രോബ്ലം ആക്കുക എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചോദിക്കുന്ന ആളുകളോട് ഞങ്ങളെ സൈഡിൽ നിന്ന് പറയാനുള്ളത്, നിങ്ങൾ അവിടുന്ന് അവർ പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം യാത്ര ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഈ ഒരു നമ്മൾ കൂടുതലായിട്ടുള്ള ഡീറ്റെയിലുകൾ പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വലിയ വീഡിയോ ആകും എന്നുള്ളത് കൊണ്ട് ഇതുപോലെയുള്ള കുറച്ച് സംശയങ്ങളെടുത്ത് അതിൻ്റെ ഡീറ്റെയിലുകൾ വരും വീഡിയോകളിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ട്രാവൽ സംബന്ധമായിട്ടുള്ള സർവീസുകൾ ഹജ്ജ്, ഉംറയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൊഹറം ഉംറ ഇൻഷാ അല്ലാഹ് അഹ്ബാബിൻ്റെ ജൂലൈ 16-ാം തീയതി ഫസ്റ്റ് പോകാനിരിക്കുകയാണ്. അതേപോലെ തന്നെ ട്രാവൽ സംബന്ധം നമ്മളിപ്പോൾ ഈ ഒരു സംഭവങ്ങളുമായി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ട്രാവൽ സംബന്ധമായിട്ടുള്ള വർക്ക് നമ്മൾ ചെയ്യുന്നത് കൊണ്ടും അതിൽ നിന്നുള്ള എക്സ്പീരിയൻസ് കൊണ്ടും മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആ രീതിയിലുള്ള സർവീസുകൾ നിങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അഹ്ബാബ് ട്രാവൽസിനെ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം. നിങ്ങളുടെ സ്വപ്നയാത്രകൾ സാക്ഷാത്കരിക്കാൻ അഹ്ബാബ് ട്രാവൽസ് പരിചയസമ്പന്നരായ അമീർമാർ നയിക്കുന്ന ഹജ്ജ് ഉംറ പാക്കേജുകൾ, ഹോളി ലാൻഡ് പാക്കേജുകൾക്കൊപ്പം വിസ സർവീസ്, പാസ്പോർട്ട് സർവീസ്, ഹോളിഡേ ടൂർ പാക്കേജസ്, എമിഗ്രേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ്സ്, ഫോറിൻ മണി എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള മറ്റനേകം സർവീസുകളും നിങ്ങൾ ആഗ്രഹിച്ച യാത്ര 100% തൃപ്തിയോടെ. അഹ്ബാബ് ട്രാവൽസ്, സ്വപ്നയാത്രകൾ ഇനി വിദൂരത്തല്ല.